ാണ് നരേന്ദ്രമോദി അവിടേക്ക് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസുവിനെ അഭിവാദ്യം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യം, ഒപ്പം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ എന്നിവരൊക്കെ വേദിയിലുണ്ട്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാമും വേദിയിലുണ്ട്. 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് ഈ വേദിയിൽ ഉള്ളത് എന്നാണ് കരുതുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. ഇന്ന് കുന്നംകുളത്തെ പരിപാടിയിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ആരൊക്കെയാണ് വേദിയിലുള്ളത്? പത്മജ വേണുഗോപാലിനെയും ദേവനെയും ഒക്കെ നമുക്ക് കാണാം. ഏതൊക്കെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുണ്ട് ഒപ്പം? സുരേഷ് ഗോപിയുമായി ഇപ്പോൾ മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൽ സലാമുമായി സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാലക്കാട്ടെ റോഡ് ഷോയിൽ അബ്ദുൽ സലാം പങ്കെടുക്കാത്തത് മുൻനിർത്തി വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അദ്ദേഹത്തെ കുന്നംകുളത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഇപ്പോൾ അബ്ദുൽ സലാം, ഒപ്പം നടൻ ദേവൻ. പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്നത് ആലത്തൂരിലെയും തൃശ്ശൂരിലെയും സ്ഥാനാർത്ഥികളാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി TN സരസുവിനെ നമുക്ക് വേദിയിൽ കാണാം. ആലത്തൂർ മണ്ഡലത്തിൽപ്പെടുന്ന കുന്നംകുളത്ത് തന്നെ ഈ പ്രചാരണ പരിപാടി വച്ചിരിക്കുകയാണ്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് BJPക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ജെയ്സൺ ചാമവളപ്പിൽ കേൾക്കാമോ? കരുത്ത് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒന്നിച്ച് ഒരേ ദിവസം കേരളത്തിൽ പ്രചാരണം നടത്തുകയാണ്. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന്. കഴിഞ്ഞ മൂന്ന് തവണകളിലായി പ്രധാനമന്ത്രി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തുന്നു. അതിനർത്ഥം ഞാൻ കഴിഞ്ഞ വാർത്തകൾ പറഞ്ഞതാണ്, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് അവർ കാണുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വന്നു ആദ്യം വനിതാ സ്ഥാനാർത്ഥികൾക്ക് അദ്ദേഹം പ്രത്യേക പരിഗണന നൽകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ തരവുമായി അദ്ദേഹം വീണ്ടും കുറച്ചു നേരം അല്പം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. വന്ന് അപ്പോൾ തന്നെ ആദ്യം എല്ലാവരെയും കൈകൂപ്പിയ ശേഷം ആദ്യം ആലത്തൂർ സ്ഥാനാർത്ഥിയായ T സരസുവിന്റെ അടുത്താണ് പോയത്. അതിനുശേഷം അല്പനേരം അവരുമായി സംസാരിച്ചു. പിന്നീട് നിവേദിത സുബ്രഹ്മണ്യത്തിന്റെ അടുത്ത് പോയി സംസാരിച്ചു. പിന്നീട് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ അബ്ദുൽ സലാം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുകയാണ്. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എത്രമാത്രം മുന്നോട്ട് നടക്കുമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. സുരേഷ് ഗോപി അത് വിശദീകരിക്കുന്നു. ഏകദേശം 10:45 കൂടിയാണ് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം കാർ മാർഗം ഇപ്പോൾ കുന്നംകുളത്തെ സമ്മേളന വേദിയിലേക്ക് അപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും തൃശ്ശൂരിലേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ ജില്ലയിലേക്ക് 3ാമത് തവണ എത്തുന്നു. തൃശ്ശൂരിനെ അദ്ദേഹം പ്രത്യേകം പരിഗണിക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയം അനിവാര്യമാണെന്ന സന്ദേശം BJP പ്രവർത്തകർക്ക് നൽകുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കരുവന്നൂർ വീണ്ടും വിഷയമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കരുവന്നൂർ വിഷയം അദ്ദേഹം ഈ പ്രസംഗത്തിൽ വീണ്ടും ഉയർത്തുമോ എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന കാര്യം. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം 2 ഘട്ടങ്ങളിലായാണ് കരുവന്നൂർ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. ആദ്യഘട്ടത്തിൽ ഡോക്ടർ T സരസുമായി സംസാരിച്ചപ്പോൾ കരുവന്നൂർ വിഷയത്തിൽ ഉചിതമായ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനുശേഷം പിന്നീട് ഒരു തവണ കൂടി അദ്ദേഹം കരുവന്നൂർ വിഷയം തിരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പക്ഷേ പ്രധാനമന്ത്രിയായിരിക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂർ വിഷയം സജീവമാക്കുകയും തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അത് വീണ്ടും സജീവമായ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്.